കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എലപ്പുള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന സെക്രട്ടറി MP കോമളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ ഈ യൂണിറ്റ് സമ്മേളനം ജർമ്മനിയിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം പൂർത്തിയാവുകയാണ്. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ബ്ലോക്ക് സമ്മേളനം നടക്കും. അതുപോലെ തന്നെ മാർച്ചിൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കും. ഏപ്രിൽ മാസത്തിലെ സംസ്ഥാന സമ്മേളനം നടക്കും. സമ്മേളനങ്ങളുടെ കാലഘട്ടമാണ് ജനുവരിയിൽ. ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനം ഏപ്രിലിൽ നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡേറ്റ് തീരുമാനമായതിനു ശേഷം മാത്രമേ ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനം നടക്കുകയുള്ളൂ. ഈ 15-ന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് വെച്ചിട്ടാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എല്ലാ മെമ്പർമാരെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൂടിച്ചേരൽ നടത്താറ്. അതായത് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ അതിന്റെ അന്തസ്സത്തെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിവേദനം കൊടുക്കുന്നു. അതോടൊപ്പം നമ്മൾ ആ സംസ്ഥാന സമ്മേളനത്തിൽ എന്തെല്ലാമാണ് നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എന്നത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെൻഷൻ ചേരാറുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് MP രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പെൻഷനേഴ്സ് യൂണിയൻ മലമ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് CR നാരായണമൂർത്തി, മലമ്പുഴ ബ്ലോക്ക് സെക്രട്ടറി PV ചന്ദ്രൻ എന്നിവർ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു. ജോയിന്റ് സെക്രട്ടറി BS വത്സല വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ V രാമുണ്ണി വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഡോക്ടർ N ശുദ്ധോധനൻ, MM കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.